Hello, hi, good evening everyone, and welcome to OET Speaking Speculation. This is me, 𝐎𝐤𝐞𝐚 from Neethu's Academy. So yes, I'm back with the continuation of Tuesday's live segment where we learned a lot of tips and a lot of strategies about എന്തൊക്കെയാണ് ഒരു കാർഡ് കിട്ടുമ്പോൾ തൊട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് 3 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, റൈറ്റ് ഫ്രം ദി അനാലിസിസ് ഓഫ് ദ കോണ്ടെക്സ്റ്റ് തൊട്ട് നമ്മളൊരു പകുതി വഴി വരെ നിൽക്കുമായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ലൈവ് സെഗ്മെൻറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. സോ യെസ്, ദിസ് ഇസ് എ സെക്കൻഡ് പാർട്ട്. സോ ദോസ് ഹു ഹാവ് നോട്ട് വാച്ച്ഡ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലൈവ് സെഗ്മെൻറ്റ്, I really recommend you guys to go back to first part, revisit again and watch and learn the points. Okay, അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ അത് കാണാതെ ഇത് കണ്ടിട്ട് കാര്യമില്ല എന്നൊരു പോയിന്റ് ഇല്ല. ദിസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ന്യൂ ടോപ്പിക്. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ കാരണം ആ ടോപ്പിക്ക് നമ്മൾ നിർത്തിയ ടോപ്പിക്കിൽ നിന്ന് അടുത്തൊരു ടോപ്പിക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ കണ്ടിന്യൂഷൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഇത് കണ്ടിട്ട് അതിന് ശേഷം പാർട്ട് 1 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോവുകയോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ആ ഒരു വീഡിയോ കൂടെ അല്ലെങ്കിൽ ആ ഒരു ലൈവ് സെഗ്മെൻറ്റ് കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കാം. സോ കഴിഞ്ഞ ലൈവിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഒരു കാർഡ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. അതായത് നോൺ കേസ് ആണോ, അൺനോൺ കേസ് സിനാറിയോ ആണോ. നോൺ കേസ് സിനാറിയോ ആണെങ്കിൽ തന്നെ അതിൽ നേഴ്സും പേഷ്യൻറ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കേസാണോ, അത് നേഴ്സിന് മാത്രം പേഷ്യൻറ്റിന് അറിയാവുന്ന കേസാണോ, ജസ്റ്റ് എക്സാമിൻഡ് കേസാണോ, എങ്ങനത്തെ കോണ്ടെക്സ്റ്റുകളാണ്, എങ്ങനെയൊക്കെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കൺഫേം എന്ന് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇനീഷ്യൽ അഷുറൻസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ള കാര്യമൊക്കെ നോക്കി അല്ലേ. ആഫ്റ്റർ ദാറ്റ് വി ഓൾസോ ലുക്ക്ഡ് ഇൻ ടു ആക്ഷൻ വെർബ്സ് ആൻഡ് ദ എക്സ്പാൻഷൻസ് യൂസ്ഡ് ഫോർ ദി ആക്ഷൻ വെർബ്സ്. അത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തു. ആൻഡ് ദെൻ വി ഓൾസോ ലുക്ക്ഡ് ഇൻ ടു ദ കീവേഡ്സ്. കീവേഡ്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ആ കീവേഡിനെ കണ്ടുപിടിച്ചാൽ ഒന്നെങ്കിൽ ആ കീവേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിനോണിം ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു റീഫ്രേസ്ഡ് സ്ട്രക്ചറുള്ള ഒരു കോണ്ടെക്സ്റ്റൽ ഫ്രേസ് ഉപയോഗിച്ചാലും മതി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ വരെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇന്നത്തെ ലൈവ് സെഷൻ. സോ യെസ്, I want everyone to actively take part in the live segment and understand each and every point. അപ്പം ഇതൊരു ബേസിക് ക്ലാസ് പോലത്തെ ഒരു ലൈവ് സെഗ്മെൻ്റ് ആണ്. ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ലൈവ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടി ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് യു വിൽ ഹാവ് എ ക്ലിയർ പിക്ചർ അബൌട്ട് എന്താണ് OET സ്പീക്കിംഗ്, എങ്ങനെയാണ് ഞാൻ സ്പീക്കിംഗ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എൻ്റെ എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാർഡിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഈ ലൈവ് സെഗ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇഫ് യു ഹാവ് എനി ക്വയറീസ്, നിങ്ങൾക്കിത് കേൾക്കും തോറും കൺഫ്യൂസിംഗ് ആയിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവാതെ പോകുന്ന എന്തൊരു പോയിൻ്റ് ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു കോമെൻറ്റ് ഡൗൺ. ഓക്കെ, നിങ്ങളുടെ ആ സംശയം എന്താണെങ്കിലും അത് നിങ്ങൾ കോമെൻറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഐ വിൽ ബി ഡെഫിനറ്റ്ലി ലുക്കിംഗ് ടു ഇറ്റ് ആൻഡ് ഡിസ്കസ് ദാറ്റ് വിത്ത് യു ഗൈസ് ഹിയർ. ഓക്കെ, സോ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു ലൈവിന് ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദ വാം വെൽക്കം അബൌട്ട് ഇറ്റ്. സോ ഈ ഒരു ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ യെസ്, വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഓവർ ടു ദ സ്ക്രീൻ യു ക്യാൻ സീ ദ സ്ലൈഡ് which I'm going to use for the demonstration of all these points. So let's get started. All right, so yes, good evening everyone. അപ്പോൾ വെൽക്കം ടു ദ ഷോ. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. ആൻഡ് യു ക്യാൻ സീ ദിസ് വൺ ഇൻ ഓൾമോസ്റ്റ് ഓൾ യുവർ കാർഡ്സ് ആസ് വെൽ. ആൻഡ് ദ ടോപ്പിക് ഈസ് ഇൻഫർമേഷൻ ഗാദറിംഗ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം ഇത് ജസ്റ്റ് ഒരു ടാസ്ക്കായിട്ട് മാത്രം വരുന്നതല്ല, മറിച്ച് നിങ്ങളുടെ വൺ ഓഫ് ദി അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആയിട്ട് കൂടെ വരുന്ന ഒരു പോയിൻ്റാണ് അല്ലേ. ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിന് OET അസസ്മെൻറ്റിൽ തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു ടാസ്ക്, അതായത് പേഷ്യൻ്റ് സൈഡിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ഇത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു ടാസ്കിൽ എന്തൊക്കെ കവർ ചെയ്യണം, എന്തൊക്കെ ആസ്പെക്ട്സ് അതിലുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ റിമെമ്പർ, ഈ ഒരു സ്റ്റെപ്പ് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് ആഡ് ഓൺ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ബിഫോർ യു സ്റ്റാർട്ട് ടു ഗ്യാദർ ദ ഇൻഫർമേഷൻ, ദ വെരി ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് ടു signpost.
ഓക്കെ. എന്താണ് സൈൻ പോസ്റ്റ്? സൈൻ പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓർ ഇറ്റ് ഈസ് ദി ടെക്നിക് ദാറ്റ് ഈസ് യൂസ് ടു ടെൽ ദ പേഷ്യൻറ്റ് വാട്ട് കംസ് ആഫ്റ്റർ ദിസ്. എന്താണ് ഇതിന് ശേഷം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ കോൺവെർസേഷനിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ മുൻകൂട്ടി പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സൈൻ പോസ്റ്റിങ്ങിൽ ഈ ഒരു ടെക്നിക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കൂടിയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് എല്ലാ പ്രാവശ്യവും നിങ്ങളൊരു അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നിർബന്ധമായും പേഷ്യൻറ്റിനോട് പറയേണ്ട ഒരു കാര്യമാണ്, അടുത്തതായിട്ട് ഇതാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു കം നെക്സ്റ്റ് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടാസ്ക് ആണല്ലേ. സോ യു ഹാവ് ടു ടെൽ ദ പേഷ്യൻറ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് യു ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻറ്റിനോട് പറയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സൈൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം യു ഹാവ് ടു ടേക്ക് ദി പെർമിഷൻ. ഞാൻ ചോദിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ടേക്ക് ദി പെർമിഷൻ ഫ്രം ദ പേഷ്യൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചുമ്മാ ചാടിക്കേറി നിങ്ങൾ ഓൺസെറ്റ് കണ്ടു, ഡ്യൂറേഷൻ കണ്ടു, അങ്ങനെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്കിൽ കണ്ടത് കൊണ്ട് മാത്രം നിങ്ങൾ ചാടിക്കേറി വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്, ഹൗ ലോങ് ഡു യു എക്സ്പീരിയൻസ് ദിസ് എന്നൊക്കെ ചോദിക്കാതെ യു നീഡ് ടു ടെൽ ദ പേഷ്യൻറ്റ് ഐ നീഡ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്, എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തിലേക്ക് പോകാവുള്ളൂ. ചോദിച്ചോട്ടെ എന്നുകൂടെ ചോദിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സെക്കൻഡ് പോയിന്റ്, പെർമിഷൻ. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാവുന്ന രണ്ട് പോയിന്റ്സ് ആണ്. യു ക്യാൻ ടെൽ ദ പേഷ്യൻറ്റ് ഐ നീഡ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്, മേ ഐ, ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു പ്ലീസ് ആൻസർ സം ഓഫ് മൈ ക്വസ്റ്റ്യൻസ്. അതുമെല്ലാം എന്താണ്, നിങ്ങൾ സൈൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പെർമിഷൻ കൂടെ എടുത്തു പോകുന്ന ഒരു മെക്കാനിസമാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ദ തേർഡ് സ്റ്റെപ്പ് ദാറ്റ് കംസ് is ask the questions one by one. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടാവും. എനിക്ക് ഓൺസെറ്റ്, ഡ്യൂറേഷൻ, ഫ്രീക്വൻസി, ഫാമിലി ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ഓർ ജനറൽ ഹെൽത്ത്, മെഡിക്കേഷൻ ടേക്കൻ, ട്രീറ്റ്മെൻറ്റ് ടേക്കൻ ഓർ ട്രീറ്റ്മെൻറ്റ് ഗിവൻ, ഓർ പ്രീവിയസ് അക്കറൻസസ്, ഇതുപോലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടാസ്കിൽ ചോദിക്കാനുണ്ടാവുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു is you need to always remember to ask these questions separately. Do not ask multiple questions. Leading questions and compound multiple questions should be avoided. The reason being, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ it is not necessary the patient will understand all the questions. അണ്ടർസ്റ്റാൻഡ് പോട്ടെ, നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഓർത്തിരിക്കണമെന്നോ ആ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തിരിച്ച് ലഭിക്കണമെന്നോ നിർബന്ധമില്ല. ദ പേഷ്യൻറ്റ് മൈറ്റ് ഫോർഗെറ്റ് സംതിങ്. പേഷ്യൻറ്റ് ചിലപ്പോൾ മറന്നു പോവാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് വിട്ടു പോവാം. അങ്ങനെ വിട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെലവൻറ്റ് ഇൻഫർമേഷനാണ്, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ മിസ്സായി. അങ്ങനെ മിസ്സാവുന്നത് അത് ഡയഗ്നോസിസിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് that you ask the questions with that importance. Precision maintain ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും ചോദിക്കുക. Now your concern will be അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കുമ്പോൾ ഒത്തിരി സമയമാവില്ലേ? My answer to that is, if you know the right way to frame the questions, it will not take much time. നിങ്ങൾക്ക് സമയമാവുന്നത് എപ്പോഴാണ്, നിങ്ങൾ ഈ ഒരു വേർഡ് കണ്ടു അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇതെങ്ങനെ ചോദിക്കണം, ഇതിന് കറക്റ്റ് യൂസേജ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ സമയം എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നത്. അതല്ല, നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഇവിടെ ഡെസ് ആണ്, ഡെസ് വരുമ്പോൾ ഇവിടെ ഹാവ് ആണ്, ഇവിടെ ഡിഡ് വരുമ്പോൾ ഇവിടെ V1 ആണ്, ഇവിടെ ഡു ആണ് ഞാൻ ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. യു ക്യാൻ ഈസിലി ആസ്ക് ഇറ്റ്. അത് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു പ്രിപ്പയർ ദ ക്വസ്റ്റ്യൻസ്. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. സോ ദാറ്റ് വെൻ യു സീ ദീസ് തിങ്സ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞു പോകാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻസ് ഓരോന്നായി ചോദിച്ചതിന് ശേഷം അടുത്ത് വരുന്ന പോയിൻ്റാണ് ബാക്ക് ചാനലിംഗ്. പലപ്പോഴും ഞാൻ ലൈവ് സെഗ്മെൻറ്റ്സിലായിക്കോട്ടെ സ്പീക്കിംഗ് ക്ലബിലൊക്കെ ആയിക്കോട്ടെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ബാക്ക് ചാനലിങ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഒരു എക്കോയിങ് മെത്തേഡായിട്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പേഷ്യൻ്റ് പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായി എന്ന് തിരിച്ച് പറയുന്ന ഒരു മെത്തേഡായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബാക്ക് ചാനലിങ് ഒരിക്കലും അവർ പറഞ്ഞ
ആ ഒരു കാര്യം അല്ലെങ്കിൽ അവർ നമ്മളോട് കൺസേൺ പറയാൻ ഉപയോഗിച്ച വാക്കുകൾ തിരിച്ച് പറഞ്ഞു യാ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻ പെയിൻ എന്ന് പറയുന്നതല്ല ബാക്ക് ചാനലിങ്. അത് എക്കോയിങ് മെത്തേഡാണ്. എക്കോയിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേഷ്യൻറ്റ് നിങ്ങളുടെ അടുത്ത് കൺസേൺ പറയാൻ ഉപയോഗിച്ച ആ ടെർമിനോളജീസ് വെച്ച് തന്നെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ടേക്ക് പറയുകയാണ്, നിങ്ങൾക്ക് വേദനയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു സിംഗിൾ മദറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഈ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ പേഷ്യൻ്റ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അവർ അതിന് യൂസ് ചെയ്ത ടെർമിനോളജീസ് യൂസ് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങളത് റിയലൈസ് ചെയ്യുന്നു, നിങ്ങളത് സെൻസ് ചെയ്യുന്നു എന്നൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് എക്കോയിങ് മെത്തേഡ്. എക്കോ തിരിച്ച് അതും അതേ മുഴക്കം തന്നെ കേൾക്കുമെന്ന് പറയുന്നത് നമ്മൾ എക്കോ പറയല്ലേ. സോ അതുപോലത്തെ മീനിങ് ആണ് അവിടെ വരിക. ബാക്ക് ചാനലിംഗ് എന്ന് പറയുന്നത് it is the use of verbal and non-verbal usages. Verbal and non-verbal usages to show that you're engaging in the conversation, and it can be used to prompt the other person to talk more. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ കോൺവെർസേഷനിൽ ഇൻവെസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിനകത്ത് എൻഗേജ്ഡ് ആണ് എന്നൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ചില റെസ്പോൺസസ് ഉണ്ടല്ലേ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അതൊരു ഇങ്ങനെ തല നോഡ് ചെയ്യുന്നതാവാം, ലൈക്ക് യു മൈറ്റ് ബി നോഡിങ് യുവർ ഹെഡ് ലൈക്ക് ടു ഷോ ദാറ്റ് യെസ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്, ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഓ ഐ സീ. ഇതെല്ലാം എന്താണ് ഈ ഓ ഐ സി അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോഡ് ചെയ്യുന്നത്, ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ആഹാ എന്നൊക്കെ പറയും, ഇതെല്ലാം എന്താണ് ബാക്ക് ചാനലിംഗ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂം സെറ്റപ്പാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെ കാണുന്നുള്ളൂ, പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഓർ ഗൈസ് ഫോളോയിങ് വാട്ട് ഐ എം സേയിങ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചെന്ത് പറയും, ഒന്നെങ്കിൽ നിങ്ങൾ പറയും യെസ് ക്ലിയർ ആണെന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, you will shake your head, you will nod your head. Okay, so but this is how you're showing that you're engaged in this conversation with me. അപ്പോൾ ഇതാണ് ബാക്ക് ചാനലിംഗ്. നിങ്ങളിവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടികൾ കിട്ടും അല്ലേ. ആ കിട്ടുന്ന മറുപടികൾ നിങ്ങൾ റിസീവ് ചെയ്തുവെന്നും അതിൽ നിന്ന് നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണെന്നും കാണിക്കുന്ന ഒരു മെത്തേഡാണ് ബാക്ക് ചാനലിംഗ്. I'll show an example. Do you have pain, Mr. David? Yes, I have severe pain. Oh, I see. Could you please describe the nature of your pain? You see what I did? Oh, I see. Oh, I see is kind of like my back channeling method to show him that, oh, okay, I see. So I'm showing that I'm engaged in the conversation. I'm trying to probe and collect more details from this patient. അപ്പോൾ ഈ back channeling നിങ്ങൾ അവിടെ ചെയ്യാം. The reason why I'm telling you to incorporate this is because I have seen a lot of students, what they do is they just ask questions. Do you have pain, Mr. David? Yes, I have pain. Where is your pain? Here is my pain. Did you take any medication for that? So ഇങ്ങനെ മാത്രം just a rapid fire question round പോലെ ആയിപ്പോൾ. That is not conversational, guys. So to make it more conversational, it is significant or it is really important that you ഷോ ദാറ്റ് യു ആർ എൻഗേജ്ഡ് ഇൻ ദ കോൺവെർസേഷൻ. നിങ്ങൾ ആ കോൺവെർസേഷനിൽ ഒരു പാർട്ടാണ്. നിങ്ങളത് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം റിസീവ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ അടുത്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നു. ഒരു എൻഗേജ്മെൻറ്റ് കാണിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ബാക്ക് ചാനലിംഗ്. പ്ലീസ് ഡു നോട്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ദി എക്കോയിങ് മെത്തേഡ്. Echoing methodലാണ് if the patient is telling you I am in severe pain, so you heard the word severe pain, so you're responding, oh Mr. David, I understand you are in severe pain. So what you just did is you used the words used by Mr. David to tell you that he is in pain. അപ്പോൾ അത് തന്നെ നിങ്ങൾ തിരിച്ചെടുത്ത് പറയുമ്പോൾ അതെന്തായി എക്കോയിങ് മെത്തേഡാണ്. ഇതിനെ നമ്മൾ റിപ്പീറ്റേറ്റിംഗ് മെത്തേഡ് എന്നും പറയാറുണ്ട്. സോ ജസ്റ്റ് ദ കോമൺ വേർഡ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എക്കോയിങ് മെത്തേഡ്. OET പറയുന്ന 3 റെസ്പോൺസസ് അല്ലെങ്കിൽ 3 റെസ്പോണ്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വൺ ഇസ് എക്കോയിങ്, another is back channeling, and the third one is clarification. So ഈ 3 മെത്തേഡ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു മറുപടി കിട്ടുന്ന സമയത്ത് ആ മറുപടി നിങ്ങൾ റിസീവ് ചെയ്തു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വെർബലി അല്ലെങ്കിൽ നോൺ വെർബലി നിങ്ങളത് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് ഷോക്കേസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട് വിച്ച് ഇസ് summarize the collected information. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടി. സോ യു നീഡ് ടു ഗിവ് എ സമ്മറി ഓഫ് ദ കളക്റ്റഡ് ഇൻഫർമേഷൻ, ചെറിയൊരു ബ്രീഫ്. കാരണം നിങ്ങൾ കളക്ട് ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താനും പേഷ്യൻ്റ് ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്നുറപ്പ് വരുത്താനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മറി കൊടുക്കുന്നത്. I'll just show you a random summary. So you ask the question, do you have pain? Patient said, yes, I have pain.
what's the nature of your pain? It's excruciating. Patient പറഞ്ഞു. Did you try any pain relief medication or did you take any medication? Yes, patient പറഞ്ഞു ഞാൻ കുറച്ച് over the counter medication കഴിച്ചു നോക്കി. അത് എഫക്റ്റീവ് ആയിരുന്നു നിങ്ങൾ ചോദിച്ചു. Was it effective? Patient said no, that was not effective. ഇത്രയുമാണ് നിങ്ങൾ ചോദിച്ചത്. So we heard these points. അവർക്ക് വേദനയുണ്ടെന്ന് പറയുന്നു, അത് എക്സ്ക്രൂഷിയേറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഒരു വേദന നമ്മൾ ചോദിച്ചു, how long have you been experiencing ചോദിച്ചു എന്ന് വിചാരിക്കാതില്ല. So the patient said 2 ആഴ്ചയായിട്ട് എനിക്ക് വേദനയുണ്ട്. എക്സ്ക്രൂഷിയേറ്റിംഗ് ആണെന്ന് പറഞ്ഞു, പെയിൻ മെഡിക്കേഷൻ ഓവർ ദ കൗണ്ടർ എടുത്തു എന്ന് പറഞ്ഞു, അത് എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. ഇത്രയും ഇൻഫർമേഷൻ തിരിച്ച് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തിരിച്ച് ഒരു സമ്മറി ആയിട്ട് കൊടുക്കണം. സോ താങ്ക് യു for answering all my questions. From what you told me, I understand that you have been experiencing this pain for the past 2 weeks. Okay, and it's excruciating. And you did try some over-the-counter medication. However, it was not effective. So this is how I'll give a summary. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പോയിൻറ്റ്സ് ഇന്ന് കൂടെ ഞാൻ സ്പീക്കിംഗ് ലെവലിൽ പറഞ്ഞു. കാരണം 3 പോയിൻറ്റ്സ് ആയിരുന്നു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനുണ്ടായിരുന്നത്. 3 സെൻറ്റൻസസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് 3 ടാസ്കുകൾ തന്നെ വേണമെങ്കിൽ വിളിക്കാം. അതുപോലെയാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ് കിടന്നിരുന്നത്. അപ്പോൾ ഇത്രയും ടാസ്കുകൾ വരുമ്പോൾ അതിൽ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ തിരിച്ച് സമ്മറൈസ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. നിങ്ങൾ ജസ്റ്റ് ഓവർവ്യൂ കൊടുത്താൽ മതി. ഓക്കെ, സോ ബിക്കോസ് ടൈം എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സമ്മറി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനി മുന്നോട്ട് പോകുന്ന ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല, അതിനുള്ള സമയം നമുക്ക് ലഭിക്കില്ല. സോ വാട്ട് ഷുഡ് യു ബി ഡൂയിങ്? യു ക്യാൻ ഗിവ് എൻ ഓവർ വ്യൂ അബൌട്ട് ഇറ്റ്. മൊത്തത്തിലുള്ളൊരു ഐഡിയ കൊടുത്താലും മതി. മെയിനായിട്ട് ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ എടുത്തു പറയുക, ഇല്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോയാലും മതി. ഓക്കെ, സോ ഈ 5 കാര്യങ്ങളാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾവേസ് റിമെമ്പർ ടു ഡു ദിസ്. ഓക്കെ, സോ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതല്ലാതെ ജസ്റ്റ് ഒരു ടാസ്ക് കണ്ടു, അത് ചാടിക്കയറി തന്നെ ഓക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു പോകരുത്. ഈ 5 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് യു ഷുഡ് സേ ഐ എം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്, മേ ഐ? Patient will say yes. Then you will ask these questions one by one. ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുമ്പോൾ ബാക്ക് ചാനലിൽ ചെയ്യുക. ബാക്ക് ചാനലിൽ ചെയ്തുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. എല്ലാ ചോദ്യങ്ങളും ചോദിച്ചതിന് ശേഷം സമ്മറൈസ് ചെയ്യുക. ഇത്രയുമാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പോയിന്റ്. ഇൻഫർമേഷൻ ഗ്യാതറിങ് മാത്രമല്ല നമുക്ക് കാർഡ്സിൽ വരുന്നൊരു പോയിന്റ്. വേറെ എന്ത് വരാറുണ്ട്? നമുക്ക് വരുന്ന വേറൊരു പോയിന്റാണ് പോസിബിലിറ്റി or more likely എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു പോയിന്റ് ടാസ്കിൽ വരുന്നത് ഇന്ന കണ്ടീഷൻ ആവാനാണ് സാധ്യത കൂടുതൽ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ടാസ്കുകളാണ്. എക്സ്പ്ലെയിൻ ദ പോസിബിലിറ്റി ഓഫ് അക്രോമെഗാലി, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു ബി ആസ്മ. അപ്പോൾ നമ്മൾ പറയണത് ഇതാവാനാണ് സാധ്യത കൂടുതൽ. പോസിബിലിറ്റി എന്ന് പറഞ്ഞാലും മോർ ലൈക്ലി എന്ന് പറഞ്ഞാലും സാധ്യത കൂടുതലാണ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്, അല്ലേ? ഇതാണെന്നല്ല, സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ടാസ്കുകൾ വരാറുണ്ട്. ഇതിന് നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നത് ഡിസ്ക്ലോസിങ് ദ ഡയഗ്നോസിസ് എന്നാണ്. വിച്ച് മീൻസ് ഡയഗ്നോസിസ് എന്താ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുകയാണല്ലേ. നിങ്ങളുടെ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ ഇന്ന കണ്ടീഷനാണ്, അല്ലെങ്കിൽ നിങ്ങളെ എക്സാമിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ് എന്നൊക്കെ പറയുന്ന പോയിന്റ്സ്, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ടാസ്കുകൾ വരുമ്പോഴും ചുമ്മാ ചാടിക്കറി സോ മിസ്റ്റർ ഡേവിഡ് യു ഹാവ് ദിസ് കണ്ടീഷൻ, ഡു യു നോ അബൌട്ട് ദിസ്, ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. യു വിൽ നോട്ട് ഗെറ്റ് ദ സ്കോർ. ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് നോക്കിയതുപോലെ ഇതിനും എന്തുണ്ട്? കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. സോ ഐ എം പ്രിറ്റി ഷ്യൂർ സ്പീക്കിംഗ് ക്ലബിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇത് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് ഇന്ന് കൂടെ നമ്മളത് റിവൈസ് ചെയ്ത പോയിന്റാണ്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവൈസ് ഇറ്റ് വൺ മോർ ടൈം. നിങ്ങൾ എത്രത്തോളം ഇത് റിവൈസ് ചെയ്യുന്നു അത്രയും നിങ്ങളുടെ മൈൻഡിലേക്ക് അത് ഫീഡ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫീഡ് ആവും തോറും നിങ്ങളത് പഠിക്കുന്നു, നിങ്ങളത് റിവൈസ് ചെയ്തു, കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, നിങ്ങൾക്കത് ഒത്തിരി കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളാവും. സോ യെസ്, ലെറ്റ്സ് ജസ്റ്റ് റിവൈസ് ഇറ്റ്. ഇതുപോലത്തൊരു ടാസ്ക് വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രിപ്പയർ ദ പേഷ്യൻറ്റ്. അവരെ മെൻ്റലി ആ ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുക. ചാടിക്കയറി നമ്മൾ എന്ത് ചെയ്യരുത്? നിങ്ങൾക്ക് ഇന്ന കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു പോയത്. യു ഹാവ് ടു പ്രിപ്പയർ ദ പേഷ്യൻറ്റ്. സെക്കൻഡ്ലി, disclose the diagnosis. എന്താണ് ആ കണ്ടീഷൻ എന്നുള്ളത് പറയുക. ഓക്കെ, ഈ ഡയഗ്നോസിസ് തീർച്ചപ്പെടുത്തിയ ഡയഗ്നോസിസ് അല്ല, പോസിബിൾ ആണ്, സാധ്യതയുള്ളതാണ് എന്ന് നമുക്ക് തോന്നിയ ഡയഗ്നോസിസ്, അങ്ങനത്തെ തന്നെ ടാസ്ക് ആയിരിക്കും. സോ യു ഹാവ് ടു ജസ്റ്റ് സേ ദാറ്റ്. തേർഡ്ലി, യു ഹാവ് ടു check the existing
knowledge of the patient. പേഷ്യൻറ്റിനായിക്കോട്ടെ ബൈസ്റ്റാൻഡറിനായിക്കോട്ടെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഡയഗ്നോസിസിനെ പറ്റിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും നോളേജ് ഉണ്ടോ, എന്തെങ്കിലും അവർക്ക് അറിയാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളവിടെ ചോദിക്കുകയാണ്. ആൻഡ് ദെൻ യു വിൽ എക്സ്പ്ലെയിൻ ദ ഡയഗ്നോസിസ്. എന്താണ് ആ ഡയഗ്നോസിസ് എന്നുള്ളത് കണ്ടീഷൻ വൈസ് നിങ്ങളത് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കും. ആൻഡ് ദെൻ do not just ask ഇപ്പോൾ ഇതാണ് ഡയഗ്നോസിസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇസ് ക്ലിയർ ടു യു, ആർ യു കെയറിങ് മീ എന്ന് ചോദിക്കരുത്. യു ഹാവ് ടു റീഅഷ്യൂർ. കാരണം സ്വാഭാവികമായിട്ടും ഒരു അസുഖം കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇതാവാനാണ് സാധ്യത കേൾക്കുമ്പോൾ അവിടെ ഒരു പാനിക് സിറ്റുവേഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ പാനിക് സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റീഅഷ്യൂർ ഇറ്റ്. ബട്ട് ദർ ഈസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. വി വിൽ പ്രൊവൈഡ് യു ദ ബെസ്റ്റ് പോസിബിൾ ട്രീറ്റ്മെൻറ്റ് ടു ഹെൽപ്പ് യു വിത്ത് ദിസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ റീഅഷ്യൂറിങ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക. എന്നിട്ട് ലാസ്റ്റ്ലിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 6 സ്റ്റെപ്സാണ് ഒരു ഡയഗ്നോസിസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് പോലും വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ചാടിക്കേറി ഗീവ് ദ പോസിബിലിറ്റി ഓഫ് ദിസ് കണ്ടീഷൻ എന്ന് കാണുമ്പോൾ, സോ മിസ്റ്റർ ഡേവിഡ്, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ തിങ്, ഐ സസ്പെക്ട് യു മൈറ്റ് ഹാവ് ദിസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അത്രയും കൊണ്ട് ആ കാര്യം കഴിഞ്ഞില്ല. യു ഹാവ് ടു ഫോളോ ദിസ്. ഫസ്റ്റ് നമ്മൾ അവരെന്ത് ചെയ്യണം? പ്രിപ്പയർ ദ പേഷ്യൻറ്റ് മെൻ്റലി ടു റിസീവ് ദറ്റ് ഇൻഫർമേഷൻ വിച്ച് കംസ് ഇൻ എ റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. യു ഹാവ് ടു പ്രിപ്പയർ ദം. ചുമ്മാ ചാടിക്കേറി ബ്ലണ്ടായിട്ട് കാര്യങ്ങൾ പറയരുത്. യു ക്യാൻ ട്രൈ സംതിങ് ലൈക്ക്, സോ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു മസ്റ്റ് ബി വറീഡ് അബൌട്ട് വാട്ട് മൈറ്റ് ബി കോസിങ് ഓൾ ദിസ് പ്രോബ്ലം. സോ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ സംതിങ് ടു യു, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു എന്ന് പറഞ്ഞ് അവർ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദെൻ യു ആർ ഗോയിങ് ടു ഡിസ്ക്ലോസ് ദ കണ്ടീഷൻ. തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണോ അത് പറയാം. സോ ബേസ്ഡ് ഓൺ അവർ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ യുവർ സിംറ്റംസ്, ഐ സസ്പെക്ട് യു മൈറ്റ് ഹാവ് ദിസ് കണ്ടീഷൻ. ഐ സസ്പെക്ട് യു മൈറ്റ് ഹാവ് urticaria. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത, അല്ലെങ്കിൽ യുവർ ബേബി മൈറ്റ് ഹാവ് urticaria എന്നുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്പീക്കിംഗ് ക്ലബിൽ. സോ ഐ ക്യാൻ സേ ഐ സസ്പെക്ട് യു മൈറ്റ് ഹാവ് ദിസ് കണ്ടീഷൻ. ആ ഡിസ് കണ്ടീഷന് പകരം നമ്മുടെ കണ്ടീഷൻ പേര് പറയാം. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചോദിക്കണം? ചെക്ക് ദി നോളേജ്, എക്സിസ്റ്റിംഗ് നോളേജ്. ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ദിസ്? ഡു യു നോ എനിത്തിങ് അബൌട്ട് ദിസ്? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ് എന്ന് ചോദിക്കുക. അവർ സ്വാഭാവികമായിട്ടും പറയും ഇല്ല, അറിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കാര്യമായി എനിക്കറിയില്ല. അങ്ങനത്തെ റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, യു വിൽ ഓഫർ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഡോണ്ട് വറി മിസ്റ്റർ ഡേവിഡ്, ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു. ആൻഡ് യു വിൽ എക്സ്പ്ലെയിൻ എന്താണ് കണ്ടീഷൻ എന്നുള്ളത്, എങ്ങനെയാണോ ടാസ്കിൽ തന്നിട്ടുള്ളത് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ എന്തുകൂടെ ചെയ്യണം? റീഅഷ്യൂർ ചെയ്യണം. കാരണം ഒരാളടുത്ത് ഇതാണ് കണ്ടീഷൻ, നിങ്ങൾക്ക് ഇന്ന അസുഖമാവാനാണ് സാധ്യത എന്ന് പറഞ്ഞ് നിങ്ങളത് പറഞ്ഞു കൊടുത്തതിന് ശേഷം മനസ്സിലായോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം അതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുകയും അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് അക്നോളജ് ചെയ്ത് അതിനൊരു റീഅഷ്യൂറിംഗ് പോയിൻ്റ് കൊടുത്തതിന് ശേഷം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഷൂസ് ദാറ്റ് യു ആർ എംപത്തറ്റിക്, യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ ഫോർ യുവർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, യു വിൽ ഓൾസോ ഗെറ്റ് എ ബെറ്റർ സ്കോർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ് ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. ഒരുപാട് ക്രൈറ്റീരിയയിൽ സ്കോർ കൂടാനായിട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. സോ ഓൾവേസ് റിമെമ്പർ, നിങ്ങൾ അങ്ങോട്ടൊരു അപ്സെറ്റിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വറിയിങ് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം എപ്പോഴും ഒരു റീഅഷ്യൂറിംഗ് ലൈൻ പറയാം. ഈ റീഅഷ്യൂറിംഗ് ലൈൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുക, ഡോണ്ട് വറി വി ഹാവ് എ വെൽ എക്വിപ്ഡ് ആൻഡ് ട്രെയിൻഡ് മെഡിക്കൽ ടീം ഹിയർ, അങ്ങനത്തെ വലിയ സെൻറ്റൻസസ് പറയണം എന്നല്ല. യു ക്യാൻ സിംപ്ലി സേ ഡോണ്ട് വറി മിസ്റ്റർ ഡേവിഡ്, വി ആർ ഓൾ ദെയർ ടു ഹെൽപ്പ് യു, യു ആർ നോട്ട് അലോൺ ഇൻ ദിസ്, പ്ലീസ് സെറ്റ് യുവർ മൈൻഡ് അറ്റ് ഈസ്, സോ പ്ലീസ് ബി റിലാക്സ്ഡ്, വി വിൽ ടേക്ക് കെയർ ഓഫ് യു. ഇതുപോലെ ഒരു ലൈൻ അല്ലെങ്കിൽ മാക്സിമം 2 ലൈൻ ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന പോലത്തെ റീഅഷ്യൂറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചോദിക്കുക, ഇസ് ദാറ്റ് ക്ലിയർ ടു യു, ആർ യു ഫോളോയിങ് മീ? അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ കവർ ചെയ്യുമ്പോഴാണ് ഒരു ഡയഗ്നോസിസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്. It's very important, always remember that. Okay, so that is the end of explaining or disclosing a condition. So now let's look at the next point, which is task transition. സോ ടാസ്ക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കിലേക്കുള്ളൊരു ജമ്പാണ്. സോ എപ്പോഴാണ് നിങ്ങൾ ട്രാൻസിഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം എങ്ങനെയാണ് ട്രാൻസിഷൻ ചെയ്യേണ്ടതെന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. എപ്പോഴാണ് ട്രാൻസിഷൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഫൈൻഡ് ഔട്ട് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ്. ഒരു ടാസ്കിൻ്റെ എൻഡിലൊക്കെ ഇങ്ങനത്തെ ഒരു സബ് ടാസ്ക് കിടക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല. യു മൈറ്റ് ഹാവ് സീൻ ദിസ്, ഇസ്ന്റ് ഇറ്റ്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിയും,
ഓക്കെ, അപ്പോൾ ആ ടാസ്കിൻ്റെ എൻഡിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ പോലെ കാണും, ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ്. ഇതിന് നമ്മൾ പറയുന്ന പോയിൻ്റാണ് ഡിഫോൾട്ട് ട്രാൻസിഷൻ. ഡിഫോൾട്ട് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ കാർഡ് തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു ക്ലൂ ആണ്. ഓക്കെ, ഈ ട്രാൻസിഷൻ പറഞ്ഞോളൂ, എന്നിട്ട് നിങ്ങൾ അടുത്ത ടാസ്കിലേക്ക് പോയിക്കോളൂ എന്ന് കാർഡ് തന്നെ തരുന്നൊരു ട്രാൻസിഷനാണ് ഡിഫോൾട്ട് ട്രാൻസിഷൻ. നമ്മളായിട്ട് എപ്പോഴാണ് ട്രാൻസിഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നിട്ടൊരു ട്രാൻസിഷൻ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇതുപോലത്തെ ഡിഫോൾട്ട് ട്രാൻസിഷൻസ് ഇല്ലാത്ത സ്ഥലത്തും, അത് മാത്രമല്ല പേഷ്യൻ്റായിട്ട് നിങ്ങൾ അടുത്ത ടാസ്കിലേക്ക് ലീഡ് ചെയ്യാത്ത സിറ്റുവേഷൻസിലുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ട്രാൻസിഷൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ഷുഡ് യൂസ് ദ ട്രാൻസിഷൻ മെത്തേഡ് വെൻ ദർ ഇസ് നോ ഡിഫോൾട്ട് ട്രാൻസിഷൻ ഗിവൻ ദെയർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ പേഷ്യൻ്റ് ഇസ് നോട്ട് ട്രൈങ് ടു ലീഡ് ടു ദ നെക്സ്റ്റ് ടാസ്ക്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടാസ്ക് വളരെ വൃത്തിയായിട്ട് ചെയ്തു, നിങ്ങൾ ചോദിച്ചു അവസാനം, ഈസ് ദാറ്റ് ക്ലിയർ ടു യു മിസ്റ്റർ ഡേവിഡ്? മിസ്റ്റർ ഡേവിഡ് പറഞ്ഞു, യാ ദാറ്റ് ഇസ് ക്ലിയർ ടു മീ, ആൻഡ് ഹി കെപ്റ്റ് ക്വയറ്റ്. വേറെ ഒന്നും മിസ്റ്റർ ഡേവിഡ് പറഞ്ഞില്ല. നിങ്ങൾ നോക്കുമ്പോൾ ക്യൂ കാർഡിലാണെങ്കിൽ ഡിഫോൾട്ട് ട്രാൻസിഷനും തന്നിട്ടില്ല, എന്നാൽ മിസ്റ്റർ ഡേവിഡ് ഒട്ടും അടുത്ത പോയിന്റ് ചോദിക്കുന്നുമില്ല. സോ ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ യു ഷുഡ് ഡു ദ ട്രാൻസിഷൻ. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്ലി യു ക്യാൻ യൂസ് എ കണക്റ്റർ. Moving on, in addition to this, next, now, whatever, what not, നിങ്ങൾക്ക് അവിടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഏതൊക്കെ കണക്ടറാണോ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ഈ ഡിഫോൾട്ട് ട്രാൻസിഷനിൽ തന്നിട്ടുള്ള ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസോ കൺസേൺസോ പോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കും, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ ജനറലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മൂന്നാമത്തെ മെത്തേഡ്, സ്പെസിഫിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് അടുത്ത ടാസ്കിൽ ഇന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്കിനെ പറ്റി പേഷ്യൻറ്റിന് അറിയാമോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയി. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്ത ടാസ്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കാം. സോ യു നോ, ഈ ടാസ്കിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. സോ നിങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കുക. സോ ഡു യു നോ എനിത്തിങ് അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ഫോർ ദിസ്, ഓർ ആർ യു അവെയർ അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഫോർ ട്രീറ്റിംഗ് ദിസ് കണ്ടീഷൻ? ഓക്കെ, സോ വുഡ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ടോപ്പിക്ക് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി പേഷ്യൻറ്റിന് വേറെ ചോയ്സ് ഇല്ല. അല്ലെ, പേഷ്യൻറ്റ് പറയും, യാ ലെറ്റ് മീ ഹിയർ അബൌട്ട് ദാറ്റ്, പ്ലീസ് ടെൽ മീ, യാ പ്ലീസ് ഷെയർ ദ ഡീറ്റെയിൽസ് വിത്ത് മീ എന്ന് പറഞ്ഞ് പേഷ്യൻറ്റ് തന്നെ റെസ്പോണ്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ടാസ്കിലേക്കുള്ളൊരു പ്രോപ്പർ എൻട്രി ലഭിക്കുകയും ചെയ്യും. സോ ഈസിലി യു ഗെറ്റ് എ ട്രാൻസിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ചെയ്യുക. അപ്പോൾ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ ഡിഫോൾട്ട് ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ ഗുഡ്, നിങ്ങളവിടെ അത്രയും കുറച്ച് വർക്ക് ചെയ്താൽ മതി, നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിഫോൾട്ട് ട്രാൻസിഷൻ വരുമ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രം മതി. ഡിഫോൾട്ട് ട്രാൻസിഷൻസ് ഒന്നും തന്നെ തന്നിട്ടില്ല, അതുപോലെ തന്നെ പേഷ്യൻ്റ് നിങ്ങളെ ലീഡ് ചെയ്യുന്നുമില്ല, പേഷ്യൻ്റ് മിണ്ടാതിരിക്കുകയാണ്. ഈസ് ദാറ്റ് ക്ലിയർ ടു യു ചോദിച്ചു, ക്ലിയർ ആണെന്ന് പറഞ്ഞു, പേഷ്യൻ്റ് അങ്ങനെ തന്നെ ഇരുന്നു. പേഷ്യൻ്റ് ഈസ് ഓൾസോ ലുക്കിംഗ് അറ്റ് യു, നിങ്ങളടുത്ത് എന്താ പറയാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഈ 3 മെത്തേഡ്സിൽ ഏതെങ്കിലും പിക്ക് ഔട്ട് ചെയ്ത് ട്രാൻസിഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി വേറൊരു എക്സ്ട്രാ കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഐ ഹാവ് സീൻ അത് ടെൻഡൻസി, സ്റ്റുഡൻസിൻ്റെ ഒരു ടെൻഡൻസിയാണ് 3 മിനിറ്റ്സിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഓക്കെ, 4ാമത്തെ ടാസ്ക് കഴിഞ്ഞ് 5ാമത്തെ ടാസ്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്യാം, ദിസ് ഈസ് ഹൗ ഐ ഹാവ് പ്ലാൻഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ യു നോ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 4ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഒരു ധൃതിയാണ്, ഓക്കെ അടുത്തത് ഇതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, സോ ലെറ്റ് മീ ജസ്റ്റ് ഡു ഇറ്റ്, മറന്നു പോകുന്നതിന് മുന്നേ അങ്ങ് ചെയ്തേക്കാം എന്നൊരു ധൃതി അവിടെ വരും. സോ വെൻ ദിസ് restlessness kick in, what happens is you would sound very rushy to complete your task. അവിടെ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് സംസാരിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ ഇടിച്ചു കയറി സംസാരിക്കുന്നത് പോലെയാവും. നെവർ ഡു ഇറ്റ്. മാർക്ക് മൈ വേർഡ്സ്, ഇഫ് യു ഡു ദാറ്റ് യു വിൽ ലൂസ് എ ലോട്ട് ഓഫ് സ്കോർ. ഇൻട്രപ്ഷന് സ്കോർ വരും. ഇൻട്രപ്ഷന് സ്കോർ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻ ഗിവിങ്ങിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലും ഒക്കെ നിങ്ങളുടെ സ്കോർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ്, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. 4ാമത്തെ ടാസ്കിൽ ഡിഫോൾട്ട് ട്രാൻസിഷൻസ് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചോദിച്ച് പോകാം എന്നൊക്കെ അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ 4ാമത്തെ ടാസ്ക് നിങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇസ് ക്ലിയർ ടു യു? നോ, യാ ഇറ്റ് ഇസ് ക്ലിയർ ടു മീ എന്നൊരു റെസ്പോൺസ് കിട്ടിക്കഴിയുമ്പോൾ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് സേ, ഓ ഓൾറൈറ്റ്, break. So you're giving a chance for the next person to ask you a question if at all they are planning to ask you this question. അവിടുന്ന് ഒരു റെസ്പോൺസ് എന്നിട്ടും വന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പതുക്കെ നിങ്ങളുടെ ആ ട്രാൻസിഷനിലേക്ക് പോകാം. ഓൾറൈറ്റ്, ഓക്കെ, സോ മൂവിങ് ഓൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം.
അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതല്ലാതെ ഇസ് എ ക്ലിയർ ടു യു, ദാറ്റ് ഇസ് ക്ലിയർ ടു യു, മൂവിങ് ഓൺ ടു ദിസ് പോയിന്റ് എന്ന് പറഞ്ഞ് ചാടിക്കയറി പോയത്. കാരണം ഈ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അടുത്തത് ഇതാണ് പറയുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഈ ധൃതിയിൽ സംസാരിച്ച് പോകുന്ന ഒരു ടെൻഡൻസി വരുന്നത് സ്വാഭാവികമാണ്. ഐ ഹാവ് സീൻ ഇറ്റ് എ ലോട്ട് പേഴ്സണലി ടു. സോ മേക്ക് ഷുവർ യു ഡു നോട്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇതും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പുതിയ സെൻറ്റൻസസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ please remember to start from a low pitch and gradually progress to a high pitch. Do not start from a high pitch and come down to a low pitch. നിങ്ങൾ ഹൈ പിച്ചിൽ വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ഇൻ എ ഹറി. ഓക്കെ. നിങ്ങൾ ഹൈ പിച്ച് തന്നെയാണ് എപ്പോഴും ഓരോ സെൻറ്റൻസ് തുടങ്ങുമ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സൗണ്ട് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ ടു മിസ്റ്റർ ഡേവിഡ്? യെസ്, ദാറ്റ് ഈസ് ക്ലിയർ ടു മീ. ഓൾറൈറ്റ്, സോ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് ദിസ്. സോ മിസ്റ്റർ ഡേവിഡ് ഡിഡ് നോ അബൌട്ട് ദിസ്. ഇങ്ങനെ ഒരു ധൃതിയാണ് അവിടെ വരുന്നത്. പക്ഷെ നിങ്ങൾ ഓരോ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോ പിച്ചിന്നാണെങ്കിൽ ഇസ് ദാറ്റ് ക്ലിയർ ടു യു? യാ, ദാറ്റ് ഈസ് ക്ലിയർ ടു മീ. All right, so now let's talk about this. You see how my voice is progressing? I'm starting from the base and then I'm going up gradually. So this shows a normal conversational aspect rather than just showing that I'm in a hurry to complete my task and I just have to finish it within 5 minutes. I'm more concerned about my time rather than completing my task in a proper way. ആ ഒരു ഇംപ്രഷൻ ആയിരിക്കും നിങ്ങൾ അവിടെ കൊടുക്കുന്നത്. So let's not do that. You have to keep all these techniques in mind. ഇങ്ങനെയൊക്കെ നിങ്ങൾ വേണം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഇതാണ് ടാസ്ക് ട്രാൻസിഷൻ പോയിന്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ്. എന്ത് സെൻറ്റൻസസ് ആണ്? റീഅഷ്യൂറിംഗ് സെൻറ്റൻസസ് ആസ് വെൽ ആസ് എംപത്തറ്റിക് സെൻറ്റൻസസ്. Always remember, during your 3 minutes preparation time, you plan. ഓരോ ടാസ്കിൽ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഈ ടാസ്കിൻ്റെ നേച്ചർ ഇതാണ്, അപ്പോൾ ഈ നേച്ചറിന് ഈ ഫ്രേസ് ഉപയോഗിക്കാം. ഈ ടാസ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ പേഷ്യൻറ്റിനെ കൺസോൾ ചെയ്തിട്ട് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു റീഅഷ്യൂറിംഗ് ലൈൻ അവിടെ പറയാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഏത് ടാസ്കിലാണോ നിങ്ങളത് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അവിടെ നിങ്ങൾ അതിന് വേണ്ടുന്ന ഏതെങ്കിലും ഒരു ഷോർട്ട് ഫോം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ജസ്റ്റ് നൗ ഐ ഹാവ് റിട്ടൺ ഗ്രാവിറ്റി. സോ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഫ്രേസാണ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് എന്ത്? ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി. അപ്പോൾ നാലാമത്തെ ടാസ്കിൽ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണെന്ന് വിചാരിക്കുക. സോ ഇമ്പോർട്ടൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ലെറ്റ് മീ യൂസ് ദാറ്റ്. അപ്പോൾ അത് അവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് റോൾ പ്ലേ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ടാസ്കിൻ്റെ അടുത്ത് ഒന്ന് സർക്കിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇട്ടിട്ടോ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തിട്ട് അതിന് ഓർമ്മിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കാം. നിങ്ങൾ ടാസ്കിങ് യു ടു റൈറ്റ് ദ എൻറ്റയർ ലൈൻ, ദ എൻറ്റയർ ഫ്രേസ് ഓർ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് ഓരോ സെൻറ്റൻസുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഓരോ ഫ്രേസസിനും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കീവേഡ് കൊടുക്കുക, ഒരു കോഡ് കൊടുക്കുക. അപ്പോൾ ആ കോഡ് കാണുന്ന നിങ്ങൾക്കറിയാം ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും? സോ മിസ്റ്റർ ഡേവിഡ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി ദാറ്റ് യു ടേക്ക് ദ മെഡിക്കേഷൻസ് ഓൺ ടൈം വിതൗട്ട് ഫെയിൽ. സോ യു യൂസ്ഡ് ദാറ്റ് ഫ്രേസ് എന്നാ പറയുക, നിങ്ങൾ പോലും അറിയാതെ ഭയങ്കര ഫ്രീ ആയിട്ട് ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് നിങ്ങളത് ഭയങ്കര സ്മൂത്തായിട്ട് യൂസ് ചെയ്ത് പോകും. ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ ടാസ്കുകൾ വായിച്ച് ആ ടാസ്കിൻ്റെ നേച്ചർ മനസ്സിലാക്കി ഏത് ഫ്രേസ് എവിടെ പറയണം എന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഒരുപാട് ഫ്രേസസ് നമ്മൾ പഠിക്കുന്നതാണ്, ഒരുപാട് ഫ്രേസസ് നമുക്ക് അറിയാവുന്നതാണ്. സോ ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് യു ത്രൂ ദ കോമൺ ഫ്രേസസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഗിവൻ യുവർ കണ്ടീഷൻ. ഗിവൻ യുവർ കണ്ടീഷൻ മീൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച്. അപ്പോൾ പേഷ്യൻറ്റിനോട് പറയണം, പേഷ്യൻറ്റ് ചോദിച്ചു ഞാൻ എത്ര നാളത്തേക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും? ഹൗ ലോങ് ഡു ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ്? സോ അപ്പോൾ നമ്മൾ പറയുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് വേണ്ടി വരും. Given your condition, it's advisable to take rest for approximately 2 to 3 weeks. You see how I did that? അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത്? Given your condition. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഈ ഒരു സിറ്റുവേഷൻ എവിടേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണോ അവിടെയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? Given your condition. ഓക്കെ, സെക്കൻഡ് ഫ്രേസ് ഇതാണ് നമ്മുടെ കോമൺ ഫേമസ് വൺ. ഇറ്റ്സ് എ
matter of utmost gravity. It's a matter of utmost gravity means it's very important. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ട പോയിൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി യൂസ് ചെയ്യാം. Okay, so say for example നിങ്ങളുടെ task can explain the patient the importance of coming for regular checkups to assess the progress എന്നൊരു ടാസ്ക് കണ്ടു. നിങ്ങൾക്ക് പറയാം, so Mr. David, it's a matter of utmost gravity that you come for your regular checkup so that we can assess your progress. അവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മരുന്ന് കൃത്യമായിട്ട് എടുക്കണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആൻറ്റിബയോട്ടിക് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രാക്കറ്റിൽ തന്നിരിക്കുകയാണ്, ബെറ്റർ ആയാലും മരുന്ന് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ യു ആർ സേയിങ്, മിസ്റ്റർ ഡേവിഡ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി ദാറ്റ് യു കംപ്ലീറ്റ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഈവൻ ഇഫ് യു സ്റ്റാർട്ട് ടു ഫീൽ ബെറ്റർ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി യൂസ് ചെയ്യാം. ഓക്കെ, another one is well in that case. വെൽ ഇൻ ദാറ്റ് കേസ് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെന്നുള്ളത് നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യാം? നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഇസ് എ ക്ലിയർ ടു യു മിസ്റ്റർ ഡേവിഡ്? മിസ്റ്റർ ഡേവിഡ് പറഞ്ഞു, ആ മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദിസ്. ഇപ്പോൾ നമ്മൾ ചോദിച്ചു, ഡു യു ഹാവ് എനി അതർ കൺസേൺസ്? പേഷ്യൻ്റ് പറഞ്ഞു, ഇല്ല, കൺസേൺസ് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാ കോണ്ടെക്സ്റ്റിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? വെൽ ഇൻ ദാറ്റ് കേസ് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നൊരു യൂസേജ് എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലാന്ന് തോന്നുന്നുണ്ട് അവിടെയെല്ലാം നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം? വെൽ ഇൻ ദാറ്റ് കേസ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഹാവിങ് സെഡ് ദാറ്റ്. ഈ ഹാവിങ് സെഡ് ദാറ്റ് മാത്രമല്ല, സെയിം മീനിങ്ങിൽ തന്നെ ദാറ്റ് ബീയിങ് സെഡ് ഇതുമുണ്ട് കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഈ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞു, ഇനി അടുത്ത എക്സ്പ്ലനേഷനിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാം? സോ ഹാവിങ് സെഡ് ദാറ്റ് ലെറ്റ് മീ മൂവ് ഓൺ ടു ദിസ് വൺ, ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ടെൽ യു അബൌട്ട് ദിസ്, ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞ് നിങ്ങൾ വേറൊരു എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഫ്രേസാണ് എന്ത്? ഹാവിങ് സെഡ് ദാറ്റ്. അപ്പോൾ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അത് പറഞ്ഞ സ്ഥിതിക്ക്, അല്ലെങ്കിൽ അത് പറഞ്ഞല്ലോ, ഇനി നമുക്കിത് പറയാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നതാണ് ഹാവിങ് സെഡ് ദാറ്റ്. ഓക്കെ, മറ്റൊരെണ്ണം, ലെറ്റ്സ് ലുക്ക് ഇൻ ടു അനദർ വൺ. അപ്പോൾ അങ്ങനത്തെ ടാസ്കിൻ്റെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ ഇഫ് ഇറ്റ് ഗിവ്സ് യു എനി പീസ് ഓഫ് മൈൻഡ്, ഐ റീഅഷ്യൂർ യു ദാറ്റ് എന്ന് പറഞ്ഞ് പോവാം. സോ ദിസ് ഇസ് ഹൗ യു ലേൺ ദ ഫ്രേസസ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഫ്രേസസ് ട്രസ്റ്റ് മീ എല്ലാ റോൾ പ്ലേയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരു റോൾ പ്ലേ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 1 2 3 4 5 ഈ 5 എണ്ണം നിങ്ങൾക്ക് എല്ലാ റോൾ പ്ലേയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എവ്രി സിംഗിൾ റോൾ പ്ലേ. ഓക്കെ, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നല്ലാതെ വലിയ ഹ്യൂജ് ഡിഫറൻസസോ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ചസോ നിങ്ങൾ വരുത്തേണ്ട പോയിൻറ്റ്സ് ഒന്നും തന്നെ ഇതിനകത്തില്ല. എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസസുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും ഫ്രേസസ് സ്റ്റോക്ക് ചെയ്ത് പഠിച്ചു വയ്ക്കാം. എന്നിട്ട് 3 മിനിറ്റ്സിൽ ഈ പഠിച്ചു വച്ചിരിക്കുന്നതൊക്കെ എവിടെയൊക്കെയാണ് ഓരോ ടാസ്കിൻ്റെ നേച്ചർ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുക. ഇതിൽ ഓരോന്നിനും നിങ്ങൾ ഓരോ കോഡ് കൊടുക്കുക. ഗീവൺ യുവർ കണ്ടീഷന് വേണം എന്നുണ്ടെങ്കിൽ GYC എന്നൊരു കോഡ് കൊടുക്കാം. അപ്പോൾ GYC എന്ന് കാണുമ്പോൾ ഗീവൺ യുവർ കണ്ടീഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റിക്ക് വേണമെങ്കിൽ ഗ്രാവിറ്റി എന്നൊരു കോഡ് കൊടുക്കുക. അപ്പോൾ ഗ്രാവിറ്റി കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അത് കൂട്ടി ഒരു സെൻറ്റൻസ് പഠിച്ചിട്ടുള്ളൂ. ഇഫ് ഇറ്റ് ഗിവ്സ് യു എനി പീസ് ഓഫ് ഇഫ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി. ഇനി വെൽ ഇൻ ദാറ്റ് കേസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കേസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഹാവിങ് സെഡ് ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ HST എന്ന് കൊടുക്കാം. ഓക്കെ, ഇഫ് ഇറ്റ് ഗീവ്സ് യു എനി പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് പീസ് കൊടുക്കാം. സോ അപ്പോൾ ഇതുപോലെ ഓരോ കോഡ് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ടാസ്കിൻ്റെ നേരെ കോഡ്സ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ കോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോഡ് എഴുതി വെച്ചിട്ട് അവസാനം നിങ്ങൾ റോൾ പ്ലേ ചെയ്യുമ്പോൾ കോഡ് നോക്കിയിട്ട് ഇതെന്തിൻ്റെ കോഡായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു പോയത്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അത് പഠിച്ചു പോവാം. ഓക്കെ, സോ ഇതാണ് ആ ഒരു പോയിൻറ്റ്. Now, the next and the last point you need to prepare while you are doing the 3 minutes preparation is your conclusion. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് റോൾ പ്ലേ ചെയ്തു വന്ന് അവസാനം വരുമ്പോൾ തട്ടിക്കൂട്ടി ഒരു കൺക്ലൂഷൻ പറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ ഐ റിയലി ഫീൽ സാഡ്. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടായിരിക്കും ആ ഒരു പോർഷൻ വരെ എത്തിക്കുന്നത്. കൺക്ലൂഷൻ വരുമ്പോഴേക്കും എന്താ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുക? നമ്മൾ പറയാറില്ലേ, വൈകുന്നേരം വരെ ഓക്കെ വെള്ളം കോരിയിട്ട് അവസാനം കൊണ്ട് കലൊടച്ചു എന്ന് പറയുന്ന പോലെയാണ് ആ ഒരു സംഭവം. സോ മേക്ക് ഷ്യൂർ ദാറ്റ് യു ആർ ഹാവിങ് എ ഗുഡ് കൺക്ലൂഷൻ വിച്ച് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു യുവർ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ എങ്ങനെ തുടങ്ങിയോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു വ്യക്തിയോട് എങ്ങനെ ഒരു ബായ് പറയുന്നു
തുടക്കത്തിലൊരു ഹായ് പറഞ്ഞ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പോയിൻറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൺക്ലൂഷനും ശ്രദ്ധിക്കാം. ഓൾവേസ് റിമെമ്പർ, റോൾ പ്ലേയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്ന കാര്യം പറയും. ഇപ്പോൾ സ്റ്റിച്ചർ റിമൂവൽ, അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സർജറിക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവർക്കൊരു മെഡിസിൻ അഡ്മിനിസ്ട്രേഷനോ ഇഞ്ചക്ഷനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വൂണ്ട് ഡ്രസ്സിങ്, അതല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് നിങ്ങൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് ഷ്യൂർ കൺക്ലൂഡിങ് ലൈനിൽ അത് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കൺക്ലൂഷൻ ആ കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ശ്രദ്ധിക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ്. ഒരു കാർഡ് കയ്യിൽ കിട്ടുമ്പോൾ തൊട്ട് അതിൻ്റെ അനാലിസിസ് തൊട്ട് അവസാനത്തെ കൺക്ലൂഷൻ പാർട്ട് വരെ വേണ്ടുന്ന കാര്യങ്ങൾ. സോ വി ഡിസ്കസ്ഡ് 8 പോയിൻറ്റ്സ്. ഐ ജസ്റ്റ് ഗീവ് ആൻ ഓവർവ്യൂ അബൌട്ട് 8 പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ എന്നിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, 3 മിനിറ്റ്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 8 കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രോ പാർട്ട്, സെക്കൻഡ് വൺ ഇനീഷ്യൽ assurance, the third one action verbs and the expansions, fourth one keywords, synonyms, number 5 end of each task, number 6 task transitions, number 7 you need to plan, the phrases, where to use it, and lastly number 8 your conclusion. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 3 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്യാം. ട്രസ്റ്റ് മീ, ഇത്രയും നിങ്ങൾ പ്രീ പ്ലാൻഡ് ആണെങ്കിൽ പുഷ്പം പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാര്യങ്ങൾ മതി നമുക്കൊരു നല്ലൊരു പ്രസൻറ്റേഷന്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളതെങ്ങനെ സംസാരിച്ച് വരുത്തുന്നു, നിങ്ങളെങ്ങനെ അത് ഒരു കോൺവെർസേഷൻ ആക്കി വയ്ക്കുന്നു, നിങ്ങളെങ്ങനെ പൊളൈറ്റായിട്ട് ഡീൽ ചെയ്യുന്നു, നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ, നിങ്ങളുടെ പിച്ച്, ഇൻറ്റോനേഷൻ, ആ കാര്യങ്ങളൊക്കെ ദിസ് ഇസ് ഇൻ യുവർ ഹാൻഡ്. ദാറ്റ് ഈസ് കമ്മിങ് അപ്പ് ടു ഒരു 30%. ബാക്കി ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 70% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് നിങ്ങൾ കയ്യിൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ യു ആർ more than halfway done. So always remember that you are well set with these points. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. പ്രോപ്പറായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓരോ കാർഡ് കിട്ടുന്ന സമയത്തും പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ you will be giving out a really good presentation and you will be easily getting that B grade or even more than that. Okay, so I hope it is clear to you guys. അപ്പോൾ നമ്മൾ 2 segments ആയിട്ടാണ് ഈ പോയിന്റ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞത്. So as I told you in the beginning, if you have not watched the first part of this live session which was done on Tuesday, make sure you go back and watch it and collect the data from that live as well, and then watch this one to get more information and get a conclusion, ഒരു ക്ലോഷർ പോലെ എന്തൊക്കെയാണെന്നുള്ളതിന് ഫൈനൽ പാർട്ട് കൂടെ കണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. എപ്പോഴും ഈ ഒരു പോയിന്റ് നിങ്ങളൊരു കാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം ചെക്കൗട്ട് ചെയ്ത് ചെക്ക് ലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തു, ഇനിത് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ വയ്ക്കുക. എന്നിട്ട് അത് വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും, നല്ല സ്കോർ കിട്ടാനും സാധിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ് ആൻഡ് യു ഗൈസ് ലേൺഡ് എ ലോട്ട് ഓഫ് പോയിന്റ്സ്. ഇഫ് യെസ്, ലെറ്റ് us know in the comment section. ആൻഡ് യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം, എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ feel free to comment that down too. So I'll be definitely going through the comments and see your suggestions and your recommendations and everything. So I'll definitely get back with those things. Okay, so it was lovely talking to you guys and discuss all these points with you guys. I'll be seeing you guys next week on Tuesday the same time. Until then, take care, have a great night.